നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അമലും വേലും കിരണിനെയും കല്യാണിയും കാണാൻ വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും കല്യാണി ഇറങ്ങിച്ചിട്ട് പറഞ്ഞു, ആഹാ ഇതാര് കേറി വാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കിരണും കൂടെ ഇറങ്ങി വന്നു. കിരൺ ചോദിച്ചു, സുഖമാണോ വേലു ചോദിച്ചു. സുഖമാ സാറേന്ന് പറഞ്ഞു. അല്ല, രണ്ടാളും കൂടെ എന്താ പതിവില്ലാതെ ഇറങ്ങിയത്? അതെ, ഈ വിഷുവിന് മലദേവങ്ങളുടെ മുന്നിൽ വെച്ച് മാലയിടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അപ്പൊ അതൊന്ന് പറയണം. പിന്നെ അത് മാത്രമല്ല, കുറച്ച് നല്ല തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് തരാനും കൂടെ വേണ്ടിയിട്ടാ വന്നേന്ന് പറഞ്ഞു. പിന്നീട് വേലു അമലുവിനോട് പറഞ്ഞു അതും കൂടെ കൊടുക്കാൻ പറഞ്ഞു. അമലു കല്യാണിന്റെ കയ്യിലേക്ക് തേൻ കുപ്പി കൊടുക്കുകയാണ്. അപ്പോഴേക്കും അമലു പറഞ്ഞു, ഞാനൊന്ന് വിളിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു, കുറച്ച് നല്ല തേൻ വേണമെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് കിരൺ പറഞ്ഞു, ഇതെന്താ വന്നവിടെ നിൽക്കുന്ന, വാ അകത്ത് കയറി വാ, എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലു പറഞ്ഞു, അത് പറ്റില്ല സാറേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ കല്യാണിച്ചു, അതെന്താ പറ്റില്ലാത്ത? അമല് പറഞ്ഞു, അമ്മ തനിച്ചല്ലേ ഉള്ളൂ അവിടെ, അത് അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നാ പോരായിരുന്നോ എന്ന് കിരൺ ചോദിച്ചു. അത് പിന്നെ അമ്മയെ വിളിച്ച, പക്ഷെ അമ്മ വരാൻ കൂട്ടാക്കില്ല, അമ്മയുടെ കാര്യം അറിയാലോ, അമ്മ അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു. ഈ സമയം കല്യാണി പറഞ്ഞു, അതിനെന്താ, അമ്മയ്ക്ക് കൂട്ടായിട്ട് അവിടെ ഇഷ്ടം പോലെ വലിയ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എപ്പോഴും വരത്തില്ലേ മൂപ്പന്റെ വീട്ടിലേക്ക്? വരും, എന്നാലും അത് ശരിയല്ലല്ലോ കല്യാണി ചേച്ചി എന്നൊക്കെ അമല് പറയണം. ഈ സമയത്ത് വേലു പറഞ്ഞു, അതെ ഇവളിവിടെ കുറച്ച് സമയം നിൽക്കട്ടെ, ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, നീ ഇതങ്ങോട്ടാ പോന്നേ? കുറച്ചു പേർ കൂടെ തേൻ കൊടുക്കാനുണ്ട്, ഞാൻ കൊടുത്തിട്ട് വരുന്നോടം വരെ ഇവളിവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ടുകഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു, ഇത്തിരി സമയമല്ല, എത്ര സമയം വേണേ അവളോട് നിന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലൂടെ ശരി, അങ്ങോട്ട് പോകാൻ തിരിഞ്ഞു കഴിഞ്ഞിട്ട് കിരണിനെ വിളിച്ചിട്ടുണ്ട്, സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ കിരണിനെ വിളിച്ചോണ്ട് വേലു അങ്ങോട്ട് പോകുമ്പോഴത്തേനും അമ്മ ഒരു സംശയത്തോടു കൂടി വേലുവിനെ നോക്കുവാണ്. അങ്ങനെ ഇച്ചിരി മാറി നിന്നിട്ട് വേലു ചോദിച്ചു, അല്ല സാറേ, ആ ഗംഗാപ്രസാദിനെ കുറിച്ച് അന്വേഷിച്ച് വേറെ ആരെങ്കിലും വന്നായിരുന്നെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, പുതിയതായിട്ടൊരു CI ചാർജ് എടുത്തിട്ടുണ്ട്, CI മാർട്ടിന്. അയാൾക്ക് ഭയങ്കര സംശയമുണ്ട് നമ്മളെ, അപ്പൊ അയാൾ ചോദ്യം ചെയ്തായിരുന്നു വന്ന്. സംശയം? അതല്ല, എങ്ങനെ സംശയത്തിന് ഇട കൊടുത്തേന്ന് ചോദിച്ചു. അത് പിന്നെ ആ സ്റ്റെഫി ഉണ്ടല്ലോ, അവള് പരോളിന് ഇറങ്ങിയിട്ട് ഗംഗാപ്രസാദിനെ കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, 2-3 വട്ടം വന്ന് എന്നെയും ചോദ്യം ചെയ്തായിരുന്നു പറഞ്ഞു. അപ്പൊ പ്രശ്നമായല്ലോ സാറേ എന്ന് പറഞ്ഞു. പ്രശ്നമാവാൻ എന്തിരിക്കുന്നു, പിടിക്കുവാണ് പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശരിയാകത്തില്ല, പിടിക്കുവൊന്നും വേണ്ട സാറേ, ഞാൻ പിടി കൊടുത്തോളാന്ന് പറഞ്ഞു. നീയോ? അതേനെ, അവരെ കൊന്ന വേണം ഞാനാന്ന് പറഞ്ഞോളാം, ഞാൻ പോയി ജയിലിൽ കിടന്നോളാന്ന് പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ല വേലു, നമ്മൾ ഈ കഷ്ടപ്പെട്ട മുഴുവൻ അതിനാണോ? അല്ലല്ലോ. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പിടി കൊടുക്കാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ചെയ്യണം, നിന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്യായിരിക്കും, ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി. അത് കേട്ടപ്പോൾ വെയില് പറഞ്ഞു, സാറേ വേണം ഞാൻ പിടികൊടുത്ത് അകത്ത് പോയിക്കോളാം. കിരൺ പറഞ്ഞു, എന്താണെങ്കിലും അവർ കണ്ടുപിടിക്കുവാണെങ്കിൽ നമ്മുടെ 3 പേരുടെയും പേരിലാണ് കേസ് വരത്തുള്ളൂ, പക്ഷെങ്കിൽ ഞാൻ നിങ്ങളെ 2 പേരെയും കൊടുക്കത്തില്ല, ഞാൻ തനിച്ചാ ചെയ്തതെന്ന് പറയും, ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് വേലുവിന്. വേലു പറഞ്ഞു, സാറേ എനിക്ക് അങ്ങനെ പേടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല ഞാൻ, അറിയാലോ, അവനെ പോലൊരു ദുഷ്ടനെ തീർത്തിട്ട് ജയിലിൽ പോയി കിടക്കാന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അന്തസ്സുണ്ട്. പിന്നീട് കിരൺ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇനിയിപ്പൊ അയാൾ വന്ന് ചോദ്യം ചെയ്താലും നീ തൽക്കാലത്തേക്കൊന്നും സമ്മതിച്ചു കൊടുക്കണ്ട, ഗംഗാപ്രസാദിനെ കണ്ടിട്ടുമില്ല, പറഞ്ഞു മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നാ ശരി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് വേലു തേൻ കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് CI മാർട്ടിന്റെ വണ്ടി പോലീസ് ജീപ്പ് എല്ലോടെ വരുന്നത്. വേലുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ CI മാർട്ടിൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി വേലുവിന്റെ അടുത്തേക്ക് വന്നു. പിന്നീട് വേലുവിനോട് ചോദിച്ചു, എന്താടാ നിന്റെ പേര്? വേലു എന്നാന്ന് പറഞ്ഞു. കവറിനകത്ത് എന്താ? കവറിനകത്ത് തേനായിരുന്നു സാറേ, തേൻ കൊടുക്കാൻ പോയിട്ട് വരുന്ന വഴിയാ തേൻ തീർന്നെന്ന് പറഞ്ഞു. അല്ല, നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? കിരൺ സാറിന്റെ വീട്ടിലേക്കോ? ഓ, കിരൺ സാറിന്റെ വീട്ടിലേക്ക്, RS കൺസ്ട്രക്ഷൻസിന്റെ MDയുടെ വീട്ടിലേക്കാണോ? അതെ സാറേ. അല്ല, അയാളുമായിട്ട് നിനക്ക് എങ്ങനെയാ പരിചയം എന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് മുമ്പ് തൊട്ട് പരിചയം ഉണ്ടായിരുന്നു, തേനൊക്കെ കൊണ്ടു കൊടുക്കാൻ വരുന്നത്, അങ്ങനെ കണ്ട് പരിചയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ അമലു, അമലുവിന്റെ തമ്മിലുള്ള കല്യാണം പെട്ടെന്ന് തന്നെ നടത്തിയെന്ന് അറിഞ്ഞല്ലോ, അതും ഈ പറയുന്ന കാർത്തികയുടെ ദിലീപിന്റെ കല്യാണത്തിന്റെ പിറ്റേ ദിവസം. അതെന്താടാ അത്ര പെട്ടെന്ന് നടത്തിയത്, അതും ഇവിടെ വെച്ച് നടത്തിയത് എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒരു നിമിഷം ഒന്ന് വേലു ആലോചിച്ചിട്ട് പറഞ്ഞു, അത് സാറേ, സാറിനറിയാലോ ഗംഗാപ്രസാദ് എത്ര ദുഷ്ടനായിരുന്നെന്ന്. അവൻ എൻ്റെ കാട്ടി വന്നിട്ട് എൻ്റെ മാമനെ തന്നെ ഇല്ലാതാക്കി, പിന്നെ അവൻ്റെ രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് പോന്നത്. പക്ഷെ അവൻ്റെ കൈ കെട്ടിയാൽ തീർക്കണം എന്ന് കരുതിയ ഞാനും പോന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും എനിക്ക് അവനെ കൈ കിട്ടിയില്ല. പക്ഷെ കാർത്തികേച്ചിയുടെയും ദിലീപേന്റെ കല്യാണം കഴിഞ്ഞ്
കഴിഞ്ഞപ്പം കിരൺ സാറ് തന്നെയാ പറഞ്ഞ ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കണ്ട, നിങ്ങളുടെ കല്യാണം കൂടെ ഈ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ നടത്തിയേക്കാന്ന് പറഞ്ഞു. കിരൺ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എതിർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിലും ഞാനും അമലും തമ്മിൽ വിവാഹം കഴിക്കാനിരുന്നവരാണ്. ആ ഇടയ്ക്കാണ് ഗംഗാപ്രസാദ് കയറിയത്, കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ CI പറഞ്ഞു, എടാ സത്യം പറ, ഗംഗാപ്രസാദിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. സാർ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവൻ ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്നില്ലേന്ന് ചോദിച്ചു. ഓഡിറ്റോറിയത്തിലേക്കോ? എനിക്കറിയില്ല സാറേ, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടിട്ടില്ല എന്ന് കള്ളത്തരം പറയണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്ന് ഓഡിറ്റോറിയത്തിൽ അവൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളാ മണ്ഡപത്തിൽ കല്യാണം നടക്കുന്ന സമയത്ത് നിങ്ങൾ 2-3 പേര് അവിടെ ഇല്ലായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു ചോദിച്ചു. അപ്പോഴേക്കും വേലു പറഞ്ഞു, സാറേ ആ സമയത്ത് ഈ പറയുന്ന ഗംഗാപ്രസാദിന്റെ ഭീഷണി ഉണ്ടായിരുന്നു, കല്യാണം മുടക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്കിനും വന്നാലെന്ന് കരുതിയിട്ട് ഞങ്ങൾ അവനെ നോക്കി പുറത്ത് നിൽക്കുമായിരുന്നു പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സേവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ വണ്ടിയിലേക്ക് കയറി, നിന്നെ വിസ്തമായിട്ടൊന്ന് ചോദ്യം ചെയ്യണം, കയറാന്ന് പറഞ്ഞു. സാറേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, കയറണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് വേലുവിനെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്യുന്നുണ്ട് CA. പക്ഷെ വേലു ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല. വേലുയോട് പറഞ്ഞ് സത്യം പറയുവാണെങ്കിൽ നിന്നെ ഇപ്പൊ തന്നെ വിട്ടേക്കാം, നീ കണ്ടില്ലായിരുന്നു അവനെ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും വേലു പറഞ്ഞു, കാണാത്ത ആളെ കുറിച്ച് ഞാൻ എങ്ങനെ പറയും, അവനെ എന്റെ കൺമുന്നിൽ കിട്ടുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവനെ തീർത്താനും സാറേ, എനിക്ക് അത്രയ്ക്ക് പകയുണ്ടായിരുന്നു, എന്റെ മാമനെ ഇല്ലാതാക്കിയതാ എന്നൊക്കെ പറയണം. അപ്പോഴേക്കും CA ചോദിച്ചു, അല്ല നിന്റെ പെണ്ണിന് എങ്ങനെയുണ്ട്, അവൾക്ക് സുഖമാ സാറേ. അവളുടെ ജീവിതം തകർക്കാനായിട്ട് ഈ ഗംഗാപ്രസാദ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കില് അവിടെ നിന്നൊക്കെ അവള് രക്ഷപ്പെട്ട് വന്നതാ. ഓ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ വെച്ച് നാട്ടിൽ വെച്ച് നിങ്ങളുടെ വിവാഹം കിരൺ എന്തുകൊണ്ടാണ് നടത്തിയെന്ന് ചോദിച്ചു. സാറേ ഞാൻ പറഞ്ഞല്ലോ, ഗംഗാപ്രസാദ് കാരണം എൻ്റെ പെണ്ണിന് കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് കാർത്തേച്ചിലൊക്കെ കല്യാണ സമയത്ത് കല്യാണം കൂടിയതിന് ശേഷമൊക്കെ അവൾക്ക് കുറച്ച് മാറ്റമൊക്കെ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറൊന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ വിശാലമായിട്ടൊരു കല്യാണമുണ്ട്, അത് വിഷുവിനായിരിക്കും. മലദേവങ്ങളുടെ മുന്നിൽ വെച്ച് താലി കിട്ടുന്ന പരിപാടി ഊരിലെല്ലാവരെയും വിളിച്ച് അതിഗംഭീരമായിട്ട് തന്നെ നടത്തുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ. പിന്നീട് പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ ഇപ്പോൾ തന്നെ പോയിക്കോ, പിന്നെ ഒരു കാര്യമുണ്ട്, പോകുന്നതിന് മുമ്പ് നിന്റെ ഫോൺ നമ്പറൊക്കെ കൊടുക്കണം, പിന്നെ നിന്നെ എപ്പോൾ വിളിച്ചാലും നീ ഫോൺ എടുത്തോണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു, ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വേലു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ CI പോലീസുകാരനോട് പറഞ്ഞു, അവൻ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ശ്രദ്ധിക്കണം, ആരെ കാണുന്നുണ്ടെന്നൊക്കെ, അവനെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പോലീസുകാരനെ വേലുവിന്റെ പിന്നാലെ വേലുവിനെ വാച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു വിടുവാണ്. പിന്നീട് വേലു നേരെ പോയത് രതീഷിനെ കിരണിനെ കാണാനാണ്. അങ്ങനെ അവര് 3 പേരും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് രതീഷ് പറഞ്ഞു, എന്നാലും ആ CA മാർട്ടിന് അയാൾ ഇത് എന്തുമായിട്ടാ, കാരണം അയാൾക്ക് ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ, ഒരു കൊടും ക്രിമിനൽ അല്ലേ ഗംഗാപ്രസാദ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾ നേരെ വാ നേരെ പോടുന്ന പ്രകൃതക്കാരനാ, അയാളുടെ കയ്യിലൊരു കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ അതിന്റെ പിന്നാലെ തന്നെ പോവും. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു, കുറെ എന്നെ തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തു, ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കിരൺ പറഞ്ഞു, ഇനി എന്താണെങ്കിലും നിങ്ങളെ രതീഷിനെയും വിളിച്ച് ചോദ്യം ചെയ്യും, അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞേക്കണം, ഞാനാണ് തീർത്തെന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ വേലു പറഞ്ഞു, എൻ്റെ സാറേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവനെപ്പോലൊരു ദുഷ്ടനെ കൊന്ന് ഞാനാന്ന് ഞാൻ പറഞ്ഞോളാം, ഞാൻ അകത്ത് പോയിക്കോളാം, എനിക്ക് അകത്ത് പോകാൻ പേടിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് ശരിയാകത്തില്ല വേലു, നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായുള്ളൂ, അമലിനെ കുറിച്ച് നിനക്കറിയാലോ, അവളൊന്ന് റിക്കവർ ആയിട്ട് വരുന്നുള്ളൂ. ആ സമയത്ത് നീയും കൂടെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ സമയത്ത് CI വാച്ച് ചെയ്യാൻ പറഞ്ഞു വിട്ട പോലീസുകാരൻ അവിടെ വന്ന് മാറി നോക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടു ഇവരും 3 പേരും കൂടെ സംസാരിക്കുന്നേ. ഈ സമയം രതീഷ് പറഞ്ഞു, അല്ല എന്നാലും ഇത്ര പെട്ടെന്ന് പോലീസുകാര് ഇത്ര കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയണമെങ്കിൽ. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭാഗ്യത്തിന് ആ ഓഡിറ്റോറിയത്തിന്റെ പിന്നാമ്പുറത്തില്ല, മുൻവശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കി, പിന്നെ 1-2 വീട്ടിലെ CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ടാണ് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് അവര് വിലയിരുത്തിയിരിക്കുന്നത്. ആ സമയം രതീഷ് പറഞ്ഞു, അല്ല കിരൺ സാറേ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അവന്റെ തലയിൽ ആഴത്തിലുള്ളൊരു മുറിവുണ്ട്, പക്ഷേങ്കിൽ അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഞാൻ അവന്റെ നെഞ്ചും കൂട് നോക്കിയാ കൊടുത്തത്, അപ്പൊ തന്നെ അവന്റെ ശ്വാസം നിലച്ചു പോകുന്ന മട്ടിലായിരുന്നു, പിന്നെ ആ കല്ലിൽ പോയി തലയിടിച്ചിട്ടായിരിക്കും അവൻ തീർന്നിട്ടുണ്ടായിരിക്കാന്ന് പറഞ്ഞു. വേലു പറഞ്ഞു, എന്താണെങ്കിലും അവൻ തീർന്നല്ലോ, അവന്റെ കാര്യത്തിൽ ഒരു സമാധാനമായല്ലോ, ഇനി പേടിക്കണ്ട, എന്തു വന്നാലും സാറ് പേടിക്കണ്ട, ഞാൻ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേലു, കാരണം
അവനെപ്പോലുള്ളൊരു ദുഷ്ടനെ ഇല്ലാതാക്കിയിട്ട് ജയിലിൽ പോകാന്ന് പറഞ്ഞ അന്തസ്സല്ലേ, ഞാൻ തന്നെ പോയിക്കൊള്ളാം. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേലുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വേലു പറഞ്ഞു, അല്ല ഞാനിനി ഇവിടെ നിൽക്കണോ? 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? കാരണം ഇനിയിപ്പോൾ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? നീ അമലുവിനും കൂട്ടി പോയിക്കോ, അതാ നല്ലതെന്ന് പറഞ്ഞു. പിന്നീട് അവരങ്ങനെ സംസാരിക്കണ സമയത്ത് സി ഐ വാച്ച് ചെയ്യാൻ വിട്ട ആളിങ്ങനെ നോക്കുകയാണ്. അപ്പൊ ഇവർക്ക് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഗംഗാ പ്രസാദിന്റെ തിരോധനമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ അവര് 3 പേരും കൂടെ മാറി നിന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷെ ഇവര് 3 പേരും കൂടെ ചേർന്നിട്ടായിരിക്കും ഗംഗാ പ്രസാദിനെ തീർത്തെ എന്നൊരു ചിന്ത ആ പോലീസുകാരന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് കിരൺ രതീഷോട് പറഞ്ഞു, എന്നാ ശരി രതീഷെ പോയിക്കോ, ഞാനും വേലും കൂടെ പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രതീഷ് ചോദിച്ചു, എടാ എനിക്ക് തേനില്ലടാ വേലു. അതെ, രതീഷ് സാറിനുള്ള തേനൊക്കെ ഞാൻ കല്യാണി ചേച്ചിയുടെ എടുത്തിട്ടുണ്ട്, കല്യാണി ചേച്ചി തരുമെന്ന് പറഞ്ഞു. ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സി ഐയുടെ അടുത്തേക്ക് പോലീസുകാരൻ വന്ന് കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്ക് സി ഐ എസ് ഐനെ വിളിപ്പിച്ചു. എസ് ഐനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാ കാര്യങ്ങൾ. ഈ പറയുന്ന രതീഷിനും ആ കിരണിനും വേലുവിനും ഈ കൊലപാതകത്തിൽ എന്തോ പങ്കുണ്ട്. ഗംഗാപ്രസാദിന് തിരോധന ബന്ധപ്പെട്ട് അവർക്ക് 3 പേർക്കും എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എസ് ഐ പറഞ്ഞു, ഏയ് അങ്ങനെ വരാൻ വഴിയുണ്ടോ സാറേ? എടോ, തനിക്ക് ഈ കേസിനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, താനെ കൂടുതലൊന്നും അന്വേഷിച്ചിട്ടില്ലോ സാറേ. അവനൊരു കൊടും ക്രിമിനലാ. അതെ, അതുകൊണ്ടാണല്ലോ താൻ പിന്നെ കൂടുതൽ അന്വേഷിക്കാനായിട്ട് പോവാത്തെ. പക്ഷെ അവൻ ക്രിമിനലാണെങ്കിലും അവനെ കൊല്ലാനായിട്ട് ആർക്കും കഴിയില്ല. കാരണം കോടതി നിയമമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അവനെ 2-3 കൊല ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് കൊല്ലാനൊന്നും ആർക്കും പറ്റില്ല. അതിനുള്ള റൂൾസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് 3 പേർക്കും ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ അവരെ 3 പേരും ബുക്കാണ് കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എസ് ഐ പറഞ്ഞു, അല്ല അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് യാതൊരു അറിവും ഇല്ലെന്നല്ലേ പറഞ്ഞേ. എടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റവാളി ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ അങ്ങനെ പറയുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് തെളിവുകളാണ് വേണ്ടത്. അവരെ കൊടുക്കാനുള്ള തെളിവുകൾ കിട്ടണം. ആ വീടിന്റെ പരിസരത്ത് CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞേ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, അയാൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്, പക്ഷെ അയാൾ ഇറങ്ങിപ്പോയിട്ടില്ല. അപ്പൊ അതിനർത്ഥം അവിടെ വെച്ച് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗംഗാപ്രസാദിന്. ആ 3 പേർക്കും അത് അറിയായിരിക്കും. അവന്മാരും 3 പേരും കൂടെ അതാണ് മാറി ഇന്ന് ഗൂഢാലോചന നടത്തിയത്. ഞാൻ PCയെ വിട്ടതും അതുകൊണ്ടാണ്. എനിക്കറിയായിരുന്നു വേലു ഈ പറയുന്ന രതീഷിനെയും കിരണിനെയും കാണാൻ ചെല്ലുമെന്ന്. എൻ്റെ ഊഹ ശരിയായിരുന്നു. അവർക്ക് ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് അവർ 3 പേരും കൂടെ മാറി നിന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതെന്ന് പറഞ്ഞു. പിന്നീട് സൈഡ് പറഞ്ഞു, തന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നൊക്കെ താൻ പോയി ചോർത്തി കൊടുത്തേക്കല്ല അറിയാലോ. അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു, അയ്യോ ഇല്ല സാറേ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും CI ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയെ പോയി കഥ തുറക്കുന്നത്. എന്താ സാറേ കാര്യം? അതെ, ഞാൻ CI മാർട്ടിൻ, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, വാ സാറേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി അങ്ങോട്ടേക്ക് വന്നു. കാർത്തിയെ നോക്കിക്കൊണ്ട് CI ചോദിച്ചു, ഇത് മോളല്ലേന്ന് ചോദിച്ചു. അത് സാറേ, ഇത് മകളാന്ന് പറഞ്ഞു. എന്താ സാറേ കാര്യം? അതെ, ഒരു ക്രിമിനലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ക്രിമിനലിന്റെ തിരോധാനോ? ഒന്നും മനസ്സിലായില്ലേ ലക്ഷ്മിയമ്മയ്ക്ക്. അപ്പോഴേക്കും CI പറഞ്ഞു, അതെ, നിങ്ങളുടെ കല്യാണത്തിനെന്ന്, കാർത്തികയുടെ ദിലീപിന്റെ കല്യാണത്തിനെന്ന് ആ ഗംഗാപ്രസാദ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, ഇല്ല സാറേ, വന്നിട്ടില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ CI പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? നിങ്ങൾ താലി കെട്ട സമയത്ത് മണ്ഡപത്തിലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ലക്ഷ്മിയമ്മ പറഞ്ഞു, വന്നിട്ടില്ല സാറേ. വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ വെറുതെ വിടത്തില്ലായിരുന്നു, കിരണും വേലും ഒക്കെ എന്ന് പറയണം. അത് കേട്ടപ്പോൾ CI അവരെ ഒന്ന് രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.